പൈത്തൺ ജാങ്കോ എന്താണ് പൈത്തൺ ജാങ്കോ? ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ? ജോലി കിട്ടുകയാണെങ്കിൽ എത്ര സാലറി കിട്ടും? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. സോ പൈത്തൺ ജാങ്കോ എന്ന് പറയുന്നത് പൈത്തണിൽ ചെയ്തേക്കുന്ന ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിം വർക്കാണ്. അതായത് പൈത്തൺ നിങ്ങൾ പഠിക്കും. പൈത്തൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ അനലറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്നാണ് വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കമ്പനീസിന് ആവശ്യമുള്ളൊരു കാര്യമാണ് വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ വെബ് ഡെവലപ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ജാങ്കോയിൽ പറയുന്നത്. അതായത് ജാങ്കോ അതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ജാങ്കോ അതിന് വേണ്ടിയുള്ള ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റിന്റെ ഫ്രം സ്ക്രാച്ച് ഒരു വെബ്സൈറ്റ് മുഴുവനായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഒരു വെബ് ഡെവലപ്മെന്റ് ജോബ് നേടാനുള്ള ഒരു ഗേറ്റ് വേ ആണ് ജാങ്കോ എന്ന് പറയുന്നത്. അതും പൈത്തൺ ഉപയോഗിച്ചാണ്. പൈത്തൺ ജാങ്കോ എന്ന് പറയുന്ന ഈ ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളും വെബ് ആപ്പുകളും വേഗത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഗൂഗിൾ, ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ് പോലുള്ള ഒരുപാട് കമ്പനികൾ പൈത്തൺ ജാങ്കോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റിയൂസബിൾ കോഡ്, ബിൽഡ് ഇൻ അഡ്മിൻ പാനൽ, സെക്യൂരിറ്റി, സ്കെയിലബിലിറ്റി, ഇതുപോലുള്ള ഒരുപാട് പ്രത്യേകതകൾ ജാങ്കോനുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് കമ്പനികൾ ജാങ്കോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജാങ്കോ ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവിടെയുള്ള ഒരുപാട് വെബ് ഡെവലപ്പറുടെ റോളുകളുണ്ട്. ആൻഡ് അതിലേക്കൊക്കെ ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പൈത്തൺ ജാങ്കോ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായുള്ള സ്കിൽ സെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോബുകളിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. ഇനി പൈത്തൺ ജാങ്കോ ആർക്കൊക്കെ പഠിക്കാം? ഇതിനൊരു ടെക് ബാക്ക്ഗ്രൗണ്ടോ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരണം പൈത്തൺ ജാങ്കോ എന്ന് പറയുന്നത് പൈത്തൺ ആണ് അവിടെ ആദ്യം പഠിക്കുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് ഈസി ടു ലേൺ ആണ്. അതിന്റെ ലേണിംഗ് കർവ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ്. അതായത് കോഡിംഗ് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് എളുപ്പം പൈത്തൺ പഠിച്ചെടുക്കാം. ഈ പൈത്തണിൽ ചെയ്തേക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് എന്തെന്ന് പറയുന്നത് ജാങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പൈത്തൺ പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ജാങ്കോ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി ജാങ്കോ ഇത് പഠിക്കാൻ ഞാൻ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ പോളിടെക്നിക്കോ ഈവൻ +2 കഴിഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ ജാങ്കോ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജോ ക്വാളിഫിക്കേഷനോ ഒരു പ്രശ്നമായിട്ട് വരില്ല. ആൻഡ് IT ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പൈത്തൺ ജാങ്കോ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊരു ഫ്യൂച്ചർ പ്രൂഫ് സ്കില്ലാണ്. സോ നമ്മൾ ഇത് പഠിക്കാൻ തീരുമാനിച്ചു. ഇനി ഇത് പഠിക്കാൻ എത്ര സമയം വേണം? ബേസിക് പൈത്തൺ ജാങ്കോ പഠിച്ചെടുക്കാൻ നമുക്ക് 1 മാസം സമയം മതി. ഇന്റർമീഡിയറ്റ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് 2 to 3 months സമയം വേണ്ടി വരും. ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് പ്രോജക്ട്സ് എടുത്ത് ചെയ്യാനോ ഇന്റേൺഷിപ്പ് ലെവലിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 to 5 months ഇതിനകത്ത് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം പ്രോജക്ട്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ സ്കില്ലും ഇതിനകത്ത് നല്ല രീതിയിൽ കൂടി വരും. ആൻഡ് നല്ല രീതിയിൽ സ്കില്ലുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ജോബ്സും ഇന്റർവ്യൂസും ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഈ പൈത്തൺ ജാങ്കോ പഠിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും, ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? പൈത്തൺ ജാങ്കോ ഡെവലപ്പർ എന്നത് 2025 ടോപ്പ് ഡിമാൻഡിംഗ് സ്കില്ലുകൾ അല്ലെങ്കിൽ ടോപ്പ് ഡിമാൻഡിംഗ് ജോബുകൾ ഒന്നാണ്. ജൂനിയർ ജാങ്കോ ഡെവലപ്പർക്ക് 3 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ സാലറി ഉണ്ട്. ഒരു മിഡ് ലെവൽ ജാങ്കോ ഡെവലപ്പർക്ക്, അതായത് ഒരു 2 to 3 years നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 6 LPA മുതൽ 12 LPA വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. ഇനി നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്ട് ടേക്ക് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു 20,000 മുതൽ 1 lakh വരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പ്രൊജക്ടിന് പറയാവുന്നതാണ്. അബ്രോഡിൽ ജർമ്മനി, UK, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ 30 LPA പ്ലസ് ഇതിന്റെ സാലറി സ്കെയിൽ ഉണ്ട്. പൈത്തൺ ജാങ്കോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്പുകളും അവൈലബിൾ ആണ്. നമ്മൾ ഇന്റേൺഷിപ്പുകളെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ പൈത്തൺ ജാങ്കോയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പൈത്തൺ ജാങ്കോ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ ഗൈഡൻസോടുകൂടി പഠിക്കണം. ഒരു ഇല്ലിനോയ് ടെക്, അതായത് ഒരു വേൾഡ് റെക്കഗ്നൈസ് സർട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൽ ഏൺ ചെയ്യണം. ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി കുറച്ചും കൂടി സ്ട്രക്ചർഡ് ആയിട്ട് ഇതിനകത്ത് കുറച്ച് നോളജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻട്രിയുടെ പൈത്തൺ ജാങ്കോ കോഴ്സ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ ടെക് കണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.